പൊറ്റമ്മൽ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 16 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പ്രമുഖ കളിക്കാരനും പരിശീലകനുമായ വാഹിദ് സാലി നിർവഹിച്ചു. ഒനിക്സ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് നൽകുന്ന 25,000 രൂപ വിന്നേഴ്സ് പ്രൈസ് മണിക്കും, കെൻസ കാറ്ററിംഗ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും, ഗാലക്സി ഹോം നൽകുന്ന 15,000 രൂപ റണ്ണേഴ്സ് പ്രൈസ് മണിക്കും, കണിയാത്ത് ട്രേഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് റണ്ണേഴ്സ് ട്രോഫിക്കുമായി പൊറ്റമ്മൽ ജനകീയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 1ാമത് അഖില കേരള ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് പൊറ്റമ്മൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ തുടക്കമായത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പ്രമുഖ കളിക്കാരനും പരിശീലകനുമായ വാഹിദ് സാലി നിർവഹിച്ചു. 2 ടീം അംഗങ്ങളെയും പരിചയപ്പെടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ വാഹിദ് സാലി, അതേപോലെ തന്നെ ജനപ്രതിനിധികൾ, സംഘാടക സമിതി അംഗങ്ങൾ, നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മുഖ്യാതിഥിയെ അനുഗമിക്കുന്നുണ്ട്. ചടങ്ങിൽ KV നിയാസ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിത മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ചേലപ്പുറത്ത്, P കുട്ടിയാസൻ, ഷീജ, സെസിന പ്രവീൺലാൽ, മുഹമ്മദ് യൂസഫ്, സംഘാടകരായ K ബഷീർ, AC മൊയ്തീൻ, KV അബ്ദുറഹ്മാൻ, ബാബു മൂലൈൻ, ഷുഹൈബ് കൊട്ടപ്പുറത്ത്, KV അബ്ദുസലാം, CV ഉസ്മാൻ, ബംഗളത്ത് C മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ അരുണോദയം കുനിയിൽ ക്രസന്റ് കൊട്ടാക്കാവയലുമായി ഏറ്റുമുട്ടി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അരുണോദയം കുനിയിൽ വിജയിച്ചു. ടീപ്പൈക്കോ ചെറുവാടിയും താത്തൂരും തമ്മിലായിരുന്നു 2ാം മത്സരം. നിശ്ചിത സമയത്തും ടൈബ്രേക്കറിലും തുല്യത പാലിച്ചതിനെ തുടർന്ന് ടോസിലൂടെ താത്തൂരിന് വിജയിയായി പ്രഖ്യാപിച്ചു. ഫ്ലഡ് ലൈറ്റിന് കീഴിൽ തീർത്തും സൗജന്യമായി കളി കാണാൻ അവസരം നൽകുന്നു എന്നതാണ് ടൂർണമെന്റിന്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, മുക്കം.